ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കമായി. മൂന്നാം ചാമ്പ്യൻഷിപ്പിലും നീരജ് ചോപ്ര മെഡൽ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. കേരളത്തിന്റെ പ്രതീക്ഷകളായി എം ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറും കളത്തിലുണ്ട്. പങ്കാളിത്തം തന്നെ ബമ്പർ പ്രൈസ് എന്നതിനപ്പുറം ലോക അത്ലറ്റിക് വേദികളിൽ ഇന്ത്യൻ പതാക പതിവായി പാറുന്ന കാലമാണ്. ഇതിനെല്ലാം രാജ്യം കടപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ട്. 146 കോടി ജനതയുടെ പ്രതീക്ഷകളെല്ലാം ഒരു കുന്തത്തിലേക്ക് ആവാഹിച്ച മെഡലിലേക്ക് അത് പായിക്കുന്നവൻ, ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര. 2003 പാരീസിൽ മലയാളി താരം അഞ്ജു ബോബി ജോർജിലൂടെയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യ മെഡൽ നേട്ടം സ്വന്തമാക്കുന്നത്. മുമ്പൊരിക്കൽ അഞ്ജു തന്നെ പറഞ്ഞതുപോലെ മെഡൽ ജേതാക്കളുടെ കൂട്ടത്തിലെ ആ ഏകാന്തത തീരാൻ 19 വർഷമെടുത്തു. 2022 യൂജിനിൽ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ വെള്ളിത്തിളക്കം. തൊട്ടടുത്ത വർഷം ബുഡാപെസ്റ്റിൽ നീരജത സ്വർണമാക്കി. ടോക്കിയോയിൽ നീരജിൽ നിന്ന് മെഡലിൽ കുറഞ്ഞതൊന്നും രാജ്യം പ്രതീക്ഷിക്കുന്നില്ല. പങ്കെടുത്ത കഴിഞ്ഞ 26 ചാമ്പ്യൻഷിപ്പുകളിലും ആദ്യ 2 സ്ഥാനങ്ങളിലൊന്ന് നീരജ് സ്വന്തമാക്കി എന്നത് തന്നെയാണ് ആ പ്രതീക്ഷയ്ക്ക് കാരണം. ഇത്തവണ ജാവലിനിൽ നീരജിന് കൂട്ടായി രോഹിത് യാദവ്, സച്ചിൻ യാദവ്, യശ്വീർ സിംഗ് എന്നിവരുമുണ്ട്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 4 ഇന്ത്യൻ താരങ്ങൾ ഒരു ഇനത്തിൽ മത്സരിക്കുന്നത്. 19 അംഗ ടീമുമായാണ് ഇന്ത്യ ടോക്കിയോയിൽ എത്തിയിരിക്കുന്നത്. 15 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇതിൽ കേരളത്തിന്റെ പ്രതീക്ഷകളായി 2 പേരുണ്ട്. ഹൈജംപ് താരം മുരളി ശ്രീശങ്കറും ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കറും. കാൽമുട്ടനേറ്റ പരുക്കുമൂലം ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന വിധിയെഴുത്തുകളെല്ലാം വകഞ്ഞുമാറ്റി പുതിയ ദൂരങ്ങളിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് ശ്രീശങ്കർ. ടോക്കിയോയിലും ഈ പാലക്കാട്ടുകാരന്റെ അദ്ഭുത പ്രകടനങ്ങൾക്കായി കാത്തിരിക്കാം. സ്പ്രിന്റിനത്തിലും ചരിത്രത്തിലാദ്യമായി ഇത്തവണ ഇന്ത്യൻ സാന്നിധ്യമുണ്ട്. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ താരമായ അനിമേഷ് കുജൂർ 200 മീറ്ററിലാണ് ഇന്ത്യൻ പ്രതീക്ഷകളുമായി കുതിക്കുക. ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ, സ്റ്റീപ്പിൾ ചേസിൽ പാറുൽ ചൗധരി, വനിതാ ജാവലിൻ ത്രോയിൽ അന്നുറാണി എന്നിവരും ഇന്ത്യയുടെ കരുത്തറിയിക്കാൻ കളത്തിലെത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.